കുളിക്കാൻ പോയാലും. ഇത് ഞങ്ങളുടെ റിസോർട്ടിൽ നിന്നുള്ള ഈ പുഴയുടെ വ്യൂ ആണ്. അപ്പം ഞങ്ങൾ അടുത്തുനിന്ന് എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7-7:30 ആയപ്പം തുടങ്ങി ഒരു 5 to 10 minutes വാക്കിൽ ഞങ്ങൾ ഈ തൊട്ടടുത്തുള്ള പുഴയിലേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എണീറ്റ് പോരാനൊക്കെ. പക്ഷെ ഞാൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര വലിയ മിസ്സായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു ആൻഡ് ഒടുക്കത്തെ ഭംഗിയായിരുന്നു ഇതിന്. ഈ പുഴയുടെ പേരാണ് കോട്ടപ്പുഴയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഞങ്ങൾ ഇന്ന് നീന്താൻ വന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പുഴ സിറ്റുവേറ്റ് ചെയ്യുന്നത്. കോട്ടപ്പുഴയുടെ കണ്ടിന്യൂഷനിൽ ഒരു ചെക്ക് ഡാം കൂടി വരുന്നുണ്ട്. അത് ഒരുപാട് റീൽസിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ആ ഒരു പ്ലേസ് കുറച്ചുകൂടി ക്രൗഡഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു പുഴ കുറച്ചുകൂടി ഞങ്ങളുടെ റിസോർട്ടിന് ചേർന്നായതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു റിവറിൽ നിങ്ങൾ വരികയാണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് വേണം വരാനായിട്ട്. കാരണം ചിലയിടത്ത് സ്ലിപ്പറി ആയിട്ടുള്ള കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് മഴക്കാലത്തെന്ന് പറയുമ്പോൾ ഭയങ്കര ഒഴുക്കുള്ള സമയമായിരിക്കും. ഞങ്ങൾ ഈ പോയ സമയം എന്ന് പറയുന്നത് മഴയൊന്നും ഇല്ലാത്തൊരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ട് നീന്താൻ പറ്റി. ഒരു 7:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടി ഞങ്ങൾ 9:30 വരെ നീട്ടിയാണ് വൈൻഡപ്പ് ചെയ്തത്. ഞങ്ങൾ അതുവരെ അവിടെ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. ഞാൻ സ്വിമ്മിങ്ങിൽ ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് വരെ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നെ പിടിക്കാനും കയറ്റാനും ഒക്കെ. അതുകൊണ്ടെല്ലാം സ്മൂത്തായിട്ട് പോയി. പുഴയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ കല്ലിലൊക്കെ പിടിച്ചാണ് ഞങ്ങൾ കയറിയത്. അതേപോലെ സ്ലിപ്പാവുന്ന കല്ലുകളായിരുന്നു കുറേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മണ്ണിൽ ഇങ്ങനെ ചവിട്ടിയായിരുന്നു കണക്ട് ചെയ്തിട്ടായിരുന്നു ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കുറേ കാലത്തിന് ശേഷമായിരുന്നു ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ കുളിക്കാൻ പറ്റിയത്. എന്തായാലും ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു.